Hi, hello. Welcome to Competitive Cracker. എൻ്റെ പേര് അനുശ്രീ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡ് എക്സാംസിന്റെ പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം വന്നിരുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം ഇനി നമ്മൾ ഈ ഒരു ദേവസ്വം ബോർഡ് എക്സാമിനെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു സിലബസ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്ന് പറഞ്ഞിട്ട് 4 പാർട്ടുകളിലായിട്ട് നമ്മുടെ സിലബസിനെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമ്മുടെ പാർട്ട് 1 നമുക്ക് ജനറൽ നോളജും കറണ്ട് അഫേഴ്സുമാണ് വരുന്നത്. പാർട്ട് 2 വരുമ്പോൾ നമുക്കവിടെ മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി, അതുപോലെ തന്നെ റീസണിങ് തുടങ്ങിയ ഭാഗത്തു നിന്നൊക്കെയാണ് പാർട്ട് 2 ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പാർട്ട് 3 വരുമ്പം അവിടെയാണ് നമ്മുടെ ക്ഷേത്ര കാര്യങ്ങളും ഹൈന്ദവ സംസ്കാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അതുപോലെ തന്നെ വിവിധ ദേവസ്വം ബോർഡുകൾ, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളെല്ലാം വരുന്നത് പാർട്ട് 3 പാർട്ട് 4 നമ്മുടെ റീജിയണൽ ലാംഗ്വേജസ് ആയ മലയാളം, തമിഴ്, കന്നഡയൊക്കെ പാർട്ട് 4 വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ പാർട്ടുകളും എടുത്തുകൊണ്ട് ആ ഓരോ പാർട്ടുകളിലും വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. അതിനുശേഷം ആ ടോപ്പിക്സുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് പാർട്ട് 1 പൊതുവിജ്ഞാനവും ആനുകാലികവും, അതായത് GK ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് CAക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് GKയിൽ ജനറൽ അവയർനെസ്സിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്സുകൾ ഉണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാങ്കേതിക, കലാകായിക, വിനോദ, ഇങ്ങനെ മേഖലകളിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കറണ്ട് അഫേഴ്സ് എന്ന് അല്ലെങ്കിൽ ആനുകാലിക ഭാഗങ്ങൾ എന്ന് വരുന്നത് കൂടുതലായിട്ടും പ്രധാനമായിട്ടും ഈ കലാകായികവുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകാലിക വിഷയങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആനുകാലികം എടുത്ത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കലാകായിക, വിനോദ, സാഹിത്യ മേഖലകളിലെ ആനുകാലികവുമായി ബന്ധപ്പെട്ടത് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. മാത്രമല്ല, നമുക്ക് അന്തർദേശീയ തലത്തിലേക്ക് വരുമ്പോൾ വിവിധ ഓർഗനൈസേഷൻസും ആ ഓർഗനൈസേഷൻ ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന മീറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം G7 അങ്ങനെ പല മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ, ഓരോ മീറ്റിംഗ്സ് എവിടെ നടക്കുന്നു, ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ആനുകാലിക വിഷയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിക്കണം. ഇനി ബഹിരാകാശവുമായി ബന്ധപ്പെട്ടിട്ട് ISROന്റെ വിവിധ മിഷൻസും കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുണ്ട്. സോ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടിട്ട് ISROയുടെ പുതിയ മിഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, CAയിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ ISROയുടെ മാത്രമല്ല, നാസ പോലുള്ള അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതും കൂടി നിങ്ങൾ കൃത്യമായിട്ടും ഒന്ന് പഠിച്ചു വെക്കുക. അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന കറണ്ട് അഫേഴ്സിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് ഉപരി CAക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു സെക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഗതാഗതമാണ്. നമ്മളിപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഈ റോഡുകൾ, റെയിൽവേ, ജലപാതകൾ, പ്രത്യേകിച്ചും ജലപാതകളുടെ ഭാഗത്തു നിന്നൊക്കെ, നാഷണൽ വാട്ടർവേസിന്റെ ഭാഗത്തു നിന്നൊക്കെ പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഗതാഗതം എന്ന ഭാഗത്ത് ജലപാതകൾക്ക് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ജലപാതകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ എന്ന ഭാഗത്തിനും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പം ഈ ദേശീയ ജലപാതകൾ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ദേശീയ ജലപാതകളെ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. അതിൽ തന്നെ ദേശീയ ജലപാത 3 ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഈ ടോപ്പിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ദേശീയ, പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ, ഞാൻ ഓൾറെഡി സാഹിത്യത്തിന്റെ കറണ്ട് അഫേഴ്സിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യകാരന്മാരും അവരുടെ പെൻ നെയിംസും, അതുപോലെ തന്നെ അവരെഴുതിയ പ്രധാനപ്പെട്ട ബുക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് കുറച്ച് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പ്രമുഖ സാഹിത്യകാരന്മാരെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവരുടെ രചനകൾ ഏതൊക്കെയാണ്, അതിൽ വരുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള
ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എല്ലാം ഇരുന്ന് പഠിക്കുക എന്നുള്ളതിനുപരി കറണ്ട് അഫേഴ്സിൽ കൂടുതലായിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് അത്തരം സാഹിത്യകാരന്മാരും അവരുടെ കൃതികളും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കൃതികൾ മാത്രം പഠിച്ചാൽ പോരാ, കൃതികളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു ഭാഗത്ത് തന്നെ അപരനാമങ്ങളും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ജ്ഞാനപീഠ ജേതാക്കൾ. അപ്പൊ ജ്ഞാനപീഠം നേടിയ മലയാളികളെ പഠിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പൊ ജ്ഞാനപീഠം നേടിയ മലയാളികളെയൊക്കെ വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരം ആളുകളെ പഠിക്കുക. അപ്പം അവരെഴുതിയ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നും കൂടിയുള്ളത് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, ലോക്കൽ സെൽഫ് അതോറിറ്റീസ് ആണ് അല്ലേ. ആ ഒരു സ്വയംഭരണ സ്ഥാപനങ്ങളുമായി അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പോലുള്ള ആ ഒരു ഭാഗം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നും കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ഇനി നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രിസഭ അല്ലെ. നമുക്ക് പ്രധാനപ്പെട്ട മന്ത്രിമാർ ആരൊക്കെ, ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ വരുന്ന വകുപ്പുകൾ, അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. ഇവിടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ് പ്രധാനപ്പെട്ട കമ്മീഷൻസ് പഠിക്കുക, പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ്സ് പഠിക്കുക. ഈ അപ്പോയിൻമെന്റ്സ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് GK ജനറൽ അവയർനെസ്സിന്റെ പോർഷനിലും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സിന്റെ പോർഷനായിട്ടും നമുക്ക് ചോദ്യങ്ങൾ കയറി വരും. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ അപ്പോയിൻമെന്റ്സും കൃത്യമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട ബോഡീസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കമ്മീഷൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട വെൽഫെയർ സ്കീംസും കൂടി പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഇപ്പോൾ സാമൂഹിക മേഖലയിൽ ആണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും ഉള്ള പ്രമുഖ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ആ സഹകരണ സ്ഥാപനങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ എന്ന ഒരു ടോപ്പിക്കും കൂടി ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഓരോ സഹകരണ സ്ഥാപനങ്ങളെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ അല്ലെങ്കിൽ ഓരോ വെൽഫെയർ പദ്ധതികളാണെങ്കിലും അങ്ങനെ ഓരോ പദ്ധതികൾ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പദ്ധതിയാണ് സാമൂഹിക വനവൽക്കരണ പദ്ധതികൾ എന്നത്. അത് കൃത്യമായിട്ടും ഒന്ന് പഠിച്ചു വെക്കണം. കാരണം പരിസ്ഥിതിയുടെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതികളെയും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി നമ്മുടെ ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഭരണഘടനയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആമുഖമാണ്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് പല ചോദ്യ പേപ്പറുകളിലും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ ബേസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ പ്രിയാമ്പിളിനെ പറ്റി കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയെ പറ്റി പഠിക്കുക. അവിടെ തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഉണ്ട്, അത് പഠിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക അവകാശങ്ങളാണെങ്കിലും മൗലിക കർത്തവ്യങ്ങളാണെങ്കിലും DPSP നിർദ്ദേശക തത്വങ്ങളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നമുക്ക് ഒരുപാടുണ്ട്. ആ ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അത് കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾസും അല്ലേ, അതിൻ്റെ ചെയർമാൻ ആരാണ്, നിലവിലെ ചെയർമാൻ ആരാണ്, പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ്, അവരുടെ ഒരു കാലാവധി എത്രയാണ്, ടേം ഓഫ് ഓഫീസ് എത്രയാണ്, അവരെ സെലക്ട് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതെല്ലാം കൃത്യമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്. നിങ്ങളൊരു ബുക്ക് എടുക്കുക, ബുക്ക് എടുത്ത് ജസ്റ്റ് ഒരു ടേബിൾ വരച്ചു വെക്കുക. ടേബിൾ നിങ്ങൾ ഇപ്പം നോക്കിക്കേ, ഒരു ടേബിൾ വരച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിന്റെ ആർട്ടിക്കിൾ എത്രയാണെന്ന് ഇവിടെ എഴുതുക. ആർട്ടിക്കിൾ 324. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഈ ഇലക്ഷൻ കമ്മീഷനിലെ മെമ്പേഴ്സിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലേ? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ടേം ഓഫ് ഓഫീസ് എന്താണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോ ടേബിൾ വരച്ചു വെക്കുക. ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത് നിങ്ങൾക്ക് എന്ത് എഴുതാം, UPSC എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അല്ലേ? അതിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 315 തൊട്ടിട്ട് 323 വരെയാണ് അല്ലേ? ഇത് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, ഇത് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്ക് ടേബിൾ വരച്ച് മാത്രം ഒരൊറ്റ പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്രയും ഭരണഘടനാ സ്ഥാപനങ്ങളെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ടേബിൾ ഫോർമാറ്റിലോട്ടൊക്കെ ആക്കിയാൽ വളരെ ഈസിയാണ്, റിവൈസ് ചെയ്യാനും ഈസിയാണ്. നിങ്ങൾ അതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പം ആ രീതിയിൽ വേണം ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം
അപ്പൊ നമ്മൾ ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം. പിന്നെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. അപ്പോൾ അതൊക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറും ഉള്ളതാണ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഹോട്ട് ടോപ്പിക് ആണ് എന്തെന്ന് പറയുന്നത് UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് UNO. UNO എന്ന് പറയുന്നത് പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. കാരണം UNOയുമായി ബന്ധപ്പെട്ടിട്ട് UNOയിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട്, UNOയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്, UNOയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്, അതൊക്കെ ഒരു കോഡിട്ട് പഠിക്കാം. ഫ്രെസ്ക, UNOയുടെ ഔദ്യോഗിക ഭാഷ പഠിക്കാനുള്ള കോഡാണ് ഫ്രെസ്ക അല്ലേ? ഫ്രെസ്ക എന്ന് ഓർത്താൽ മതി. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്, ഇതാണ് നമ്മുടെ ഫ്രെസ്കയിൽ വരുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ UNOയുടെ ഭാഗമൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ എടുത്ത് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് നല്ല ബെനഫിഷ്യൽ ആയിട്ടും അതുപോലെ കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ UNOയുടെ ഭാഗമാണെങ്കിലും. അപ്പം ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഐക്യരാഷ്ട്ര സംഘടന എപ്പോൾ ഉണ്ടായ 1945 ഒക്ടോബർ 24 എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും ഒന്ന് പഠിച്ചു വെക്കുക. ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെ, അതുപോലെ തന്നെ അംഗരാജ്യങ്ങൾ എത്രയുണ്ട്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അംഗരാജ്യങ്ങൾ, ഇതിൻ്റെ ആസ്ഥാനങ്ങൾ എവിടെയൊക്കെ നമുക്കറിയാം. അപ്പം UNന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. UNന് പല ഓർഗൻസ് ഉണ്ട് അല്ലെ? UNന്റെ പല ഓർഗൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാ ഓർഗൻസും ന്യൂയോർക്കിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഓർഗൻ മാത്രം എവിടെയാണ്? ഒരു ഓർഗൻ മാത്രം ന്യൂയോർക്കിലല്ല. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗൻ മാത്രം എവിടെയല്ല? അത് ന്യൂയോർക്കിലല്ല, അത് ഹേഗ്, നെതർലൻഡ്സിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആണ്. അത് നമുക്കിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് പോലെ പറഞ്ഞാൽ പോലും നമുക്ക് ഓർത്ത് വെക്കാവുന്ന ഒരു ഏരിയ ആണ് ഈ UN എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് കറണ്ട് അഫേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലും എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ വരാറുണ്ട്. UN പോലെ തന്നെ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകളുണ്ട്. അപ്പോൾ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ നമുക്ക് ആസിയാൻ പോലുള്ള പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കൂട്ടായ്മകളെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ കോമൺവെൽത്തിനെ പറ്റി പറയുന്നുണ്ട്. കോമൺവെൽത്ത്, അതുപോലെ തന്നെ ചേരിചേരാ പ്രസ്ഥാനമൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ സ്കൂളിലൊക്കെ കേട്ട് വളർന്ന ഒരെണ്ണമാണ്. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനം, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഒക്കെ പഠിക്കുക. ഓക്കെ, ആസിയാൻ പഠിക്കണം, ബ്രിക്സ് ഉച്ചകോടി പഠിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചായിട്ട്. ഇപ്പോൾ ബ്രിക്സ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കോഡ്സ് യൂസ് ചെയ്തും അല്ലാണ്ടും ഒക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നല്ല. ആസിയാൻ്റെ ഉള്ളിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെ, ബ്രിക്സ് കൺട്രീസ് ഏതൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ വളരെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന അംഗരാജ്യങ്ങൾ ആരൊക്കെ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ടും വരാറുള്ളതാണ്. അത് എല്ലാവരും സ്കോർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് അത് അറിയില്ലാത്തവർ എന്ത് ചെയ്യരുത്, അറിയില്ല എന്ന് പറഞ്ഞ് അതൊന്നും തെറ്റിച്ച് കളയരുത്. കാരണം എല്ലാവരും അവിടെ സ്കോർ ചെയ്യുന്നതാണ്. സോ നിങ്ങളത് ആരെങ്കിലും പഠിക്കാത്തതുണ്ടെങ്കിൽ, അറിയില്ലാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ടും ബ്രിക്സും ആസിയാനും അതിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഒരുപാട് കോഡൊക്കെ യൂസ് ചെയ്ത് നമുക്കിതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതൊക്കെ അത്ര ഒരുപാട് നമ്മളെ കുഴപ്പിക്കുന്ന ഭാഗമൊന്നും അല്ല. പിന്നെ നമ്മൾ ഓൾറെഡി ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ കമ്മീഷനെ പഠിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ കമ്മീഷനെ പഠിച്ചവരാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരില്ല. കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഭരണഘടനാ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരില്ല, എക്സ്ട്രാ എഫോർട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ട് വരില്ല. അപ്പം നിങ്ങളിങ്ങനെ കമ്പൈൻ ചെയ്ത് സിലബസിനെ തന്നെ കമ്പൈൻ ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾക്ക് അത്രയും ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട വെൽഫെയർ ആക്ടിവിറ്റീസ്, സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമൂഹിക ഭദ്രതയും ഒക്കെയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്കീംസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കണം. പ്രധാനപ്പെട്ട നിയമങ്ങൾ, അപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെയും പ്രധാനപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. ഇനി നമുക്ക് അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഴിമതി നിരോധന നിയമങ്ങൾ ഏതൊക്കെയെന്നുള്ളത് അവിടെ നിങ്ങൾ
നിങ്ങൾ പഠിക്കേണ്ടത്, കൃത്യമായിട്ടും പഠിക്കേണ്ടത് ഈ ലോക്പാല് പഠിക്കണം കേട്ടോ. ലോക്പാല്, ലോകായുക്ത, ലോക്പാല് കൃത്യമായിട്ടും പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോക്പാലും ലോകായുക്തയും. ഇനി EVS വരുമ്പം എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആഗോള താപനം എന്ന് പറയുന്നത്. അതിൽ ഓസോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകൾ പഠിച്ചു വെക്കുക. ഓസോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്, അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചു വെക്കുക. ഇനി ഇവിടെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഒരുപാട് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും സമ്മിറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രധാനപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ സമ്മിറ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ CAയിൽ കറണ്ട് അഫേഴ്സിൽ കൃത്യമായിട്ടും വായിച്ചിരിക്കുക. നിങ്ങൾക്ക് ഒരു ആൻസർ ചെയ്യാൻ പാകത്തിന് നിങ്ങളത് വായിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അതും എന്താണ്, ഇവിടെ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഓസോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അതിൻ്റെ ബേസിക് ഫാക്റ്റുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഈ ഒരു സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വനം എന്നുള്ള ടോപ്പിക്ക് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കാരണം മുന്നേ നമ്മൾ സ്കീംസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വനവൽക്കരണ പദ്ധതികൾ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞതുപോലെ വനങ്ങളുടെ പ്രാധാന്യം, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം സിലബസിൽ വനങ്ങൾ എന്ന് പറഞ്ഞ് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ വനങ്ങൾ തന്നെ പല രീതിയിലുള്ള വനങ്ങളുണ്ട്, അല്ലേ. നിത്യഹരിത വനങ്ങളുണ്ട്, ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ട്, ഇലപൊഴിയും കാടുകളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള വനങ്ങളുണ്ട്. അപ്പോൾ ഈ കാടുകളെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ കാടുകളുടെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ നിത്യഹരിത വനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെ, കേരളത്തിൽ എവിടെയാണ് നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഏത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത്, അങ്ങനെ ആ വനങ്ങളുടെ ടൈപ്പുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. നിത്യഹരിത വനങ്ങൾ, അതുപോലെ തന്നെ ഡെസിഡിയസ് ഫോറസ്റ്റ്, അതായത് ഇലപൊഴിയും വനങ്ങൾ, കണ്ടൽക്കാടുകൾ, അങ്ങനെ പല ടൈപ്പ് ഓഫ് വനങ്ങളുണ്ട്. ആ വനങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന നദികൾ, നമ്മുടെ പ്രധാനപ്പെട്ട നദികളും അതൊഴുകി വരുന്ന പ്രധാനപ്പെട്ട സിറ്റീസും, അതൊഴുകുന്ന പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയാണ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്നുള്ള ഫാക്റ്റുകളും കൂടി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഫാക്ച്വൽ ടൈപ്പൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. പിന്നെ ട്രാഫിക് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം പിന്നെ നമുക്ക് ജോഗ്രഫിയിലേക്ക് വരുമ്പം, ജോഗ്രഫി എന്നുള്ള ഭാഗത്ത് നിന്ന് കൂടുതലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മണ്ണിനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഒരുപാട് മണ്ണിനങ്ങളുണ്ടല്ലേ, ടൈപ്പ് ഓഫ് സോയിൽസ് ഉണ്ട്. അപ്പം മണ്ണിനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ നിന്നുള്ള ചോദ്യങ്ങളും കണ്ടുവരുന്നുണ്ട്. അപ്പം ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന ഭാഗത്തു നിന്നും നമുക്ക് എത്ര തരം ഭൂപ്രകൃതിയാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഉത്തരപർവ്വത മേഖലകൾ, ഉത്തര മഹാസമതലം, മരുഭൂമിയുണ്ട്, നമുക്ക് തീരപ്രദേശങ്ങളുണ്ട്, പ്ലാറ്റ്യൂസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ ഉത്തരപർവ്വത മേഖലയാണെങ്കിൽ ഹിമാലയാസിനെ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അതിൽ വരുന്ന പ്രധാനപ്പെട്ട മൗണ്ടെയിൻസ് ഏതൊക്കെയാണ്, ഹില്ലുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലാണ് ഇന്ത്യൻ നദികൾ എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്പ് ഓഫ് നദികളാണുള്ളത്, ഹിമാലയൻ നദികളും പെനിൻസുലാർ നദികളും. ഹിമാലയൻ നദികളിൽ 3 നദികളാണ് വരുന്നത്, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, അല്ലേ. ബാക്കിയുള്ള പെനിൻസുലാർ നദികളാണ്. അപ്പം ഈ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ഏതിലേക്ക് ഒഴുകുന്നു, ഏതൊക്കെ സിറ്റികളിലൂടെ ഒഴുകുന്നു, അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഇനി നമ്മുടെ പെനിൻസുലാർ റിവേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, ഇനി ഹിമാലയൻ നദികളും പെനിൻസുലാർ റിവേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾ അവിടെ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ നദികൾ എന്നുള്ളതും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ഓൾറെഡി നമ്മൾ നേരത്തെ ഗതാഗതം എന്ന ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞിരുന്നു. ജോഗ്രഫിയിലും നമുക്ക് ജോഗ്രഫിയുടെ ഭാഗത്ത് നമുക്ക് ഗതാഗതം പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ഇതും കൂടി കമ്പൈൻ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമ്മുടെ യൂറോപ്യന്മാരുടെ വരവും ബ്രിട്ടീഷ് ആധിപത്യം, ഇപ്പോൾ നമ്മുടെ പോർച്ചുഗീസുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. അപ്പം യൂറോപ്യൻസിൻ്റെ ആ കടന്നുവരവിനെ പറ്റിയിട്ട് ഇപ്പോൾ പോർച്ചുഗീസുകാർ നമുക്ക് തന്ന സംഭാവനകൾ എന്തൊക്കെ, ഇപ്പോൾ പോർച്ചുഗീസിൽ കൂടുതലും അവർ നൽകിയ സംഭാവന റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. വാസ്കോ ഡ ഗാമ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡച്ചുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കൊളച്ചിൽ വാർ എന്ന ടോപ്പിക്കാണ് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അപ്പം ഓരോ ആൾക്കാർ വരുമ്പോഴും അവർ തന്നിരിക്കുന്ന എന്തെങ്കിലും
പ്രത്യേകതകൾ ഉണ്ടാവും അല്ലെ. ആ പ്രത്യേകതകൾ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. ബ്രിട്ടീഷുകാർ വന്ന ടൈമിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട ഇൻസിഡൻസ് എന്തൊക്കെയാണ്, സോഷ്യൽ ഈവൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഈ ഒരു ഭാഗത്ത് പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ സാമൂഹിക പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനവുമാണ്. ഈ റിനൈസൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ്. ഇവിടുന്ന് കൃത്യമായിട്ടും ഓരോ സാമൂഹിക പരിഷ്കർത്താക്കളെയും എടുത്ത് പഠിക്കണം. അവരുടെ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളും കൃത്യമായിട്ടും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് GK പോർഷനിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്ന് പറയാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഇപ്പം നമ്മൾ ജനറൽ അവയർനെസ്സിൽ പറഞ്ഞത്. ഇനി മാത്സിലേക്ക് വരുമ്പോൾ മാത്സ് എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. ഇതിൽ നിങ്ങൾ ഈ ശതമാനം എന്നുള്ളൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പല രീതിയിൽ ഈ ശതമാനം എന്നുള്ളൊരു ടോപ്പിക്ക് കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ശതമാനം എന്ന ടോപ്പിക്കിനപ്പുറം വേറൊരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ശതമാനം കൃത്യമായിട്ട് പഠിച്ചു വെച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ആ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്ത് വേറെ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ശതമാനം, ശരാശരിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അംശബന്ധവും അനുപാതവും, ദിശാബോധം, അതുപോലെ തന്നെ പ്രോബബിലിറ്റി തുടങ്ങിയവയൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സമയവും ദൂരവും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഏരിയാസിനൊക്കെ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. ഇനി മലയാളം, തമിഴ്, നമ്മുടെ പ്രാദേശിക ഭാഷയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ബെറ്റർ ആക്കി എടുക്കാവുന്നതാണ്. ഇതിലേതെങ്കിലുമൊക്കെ ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആ കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം ഈ ഒരു ഏരിയനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. ഇവിടെ കാരണം നിങ്ങൾക്കിത് ഇവിടെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സോ നിങ്ങൾ ഇവിടെ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടുമോ അവിടെ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോവുക. ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്കങ്ങനെ കൃത്യമായിട്ടും എന്താ പറയുക, ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, സ്പെഷ്യൽ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യുക. വിവിധ ദേവസ്വം ബോർഡുകളെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ GKനെയും അതുപോലെ തന്നെ മലയാളത്തിനെയും മാത്സിനെയും നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ടോപ്പിക്ക് മാത്രം കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടുമോ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഇതുപോലുള്ള എക്സാംസ് ഒക്കെ നല്ല ഒരു മാർക്കോട് കൂടിയിട്ട് പാസ്സാകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങളെ കൃത്യമായിട്ടും ഒരു ഗൈഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം, അല്ലെ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് എന്നൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ കൃത്യമായിട്ടും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളിവിടെ ഒരു പുതിയ ബാച്ച് പുതിയ നമ്മുടെ തിരുവിതാംകൂർ, കൂടൽമാണിക്യം, ഗുരുവായൂർ, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് ലൈവ് ക്ലാസ്സസും അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും PDF നോട്ട്സും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക്